സിൽവർ ലൈൻ പദ്ധതിയിൽ റെയിൽവേയുമായുള്ള ആദ്യഘട്ട ചർച്ച പോസിറ്റീവായിരുന്നുവെന്ന് കെ റെയിലിന്റെ എം ഡി അജിത് കുമാർ. തുടർ ചർച്ചകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. കേന്ദ്ര അനുമതി കിട്ടിയാലും പക്ഷേ സിൽവർ ലൈൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് പ്രതിപക്ഷം. സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി പ്രതിഷേധ മാർച്ചും നടത്തുകയുണ്ടായി. കൊച്ചിയിലെ റെയിൽവേ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലായിരുന്നു നിർണായക കൂടിക്കാഴ്ച. ഉച്ചയ്ക്ക് 2:30 നടക്കുമെന്ന് അറിയിച്ച കൂടിക്കാഴ്ച രാവിലെ 10 മണിയിലേക്ക് മാറ്റുകയായിരുന്നു. റെയിൽവേ നിർമ്മാണ വിഭാഗം ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷാജി സക്രിയയുമായി 45 മിനിറ്റ് നീണ്ട ചർച്ച പോസിറ്റീവായിരുന്നുവെന്ന് കെ റെയിൽ എം ഡി അജിത് കുമാർ. We had some initial discussion. Initial discussion കഴിഞ്ഞു. ഈ ചർച്ച കണ്ടിന്യൂ ആയി. സർ, ഈ DPR സംബന്ധിച്ച് മെയിൻ ചർച്ചകൾ നടന്നു. മീഡിയയ്ക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഒരു ഡേറ്റയും എൻ്റെ കയ്യിലില്ല. റെയിൽവേ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുറെ മീറ്റിംഗ്സ് ഉണ്ട്. ഇന്നത്തെ മീറ്റിംഗ്സ് ഇത് കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കും. എന്നാൽ കേന്ദ്ര അനുമതി കിട്ടിയാലും സിൽവർ ലൈൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ അനുമതി വാങ്ങിച്ചു കൊണ്ടുവന്നാലും കേരളത്തിൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാൻ സമ്മതിക്കില്ല. 300 കിലോമീറ്റർ ദൂരം 30 അടി എംബാങ്ക്മെന്റ് ഉയർത്തി 200 കിലോമീറ്റർ ദൂരം രണ്ട് സൈഡിലും പാളത്തിന്റെ രണ്ട് സൈഡിലും 10 അടി ഉയരത്തിലുള്ള മതിൽ കെട്ടി കേരളത്തെ തകർക്കാൻ, പാരിസ്ഥിതികമായി തകർക്കാൻ, സാമ്പത്തികമായി തകർക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. ഇന്നത്തെ ചർച്ചയ്ക്കെതിരെ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഇതൊന്നും ഈ DPR ഒന്നും കറക്റ്റുള്ള ഒരു DPR ഒന്നും അല്ലല്ലോ. എല്ലാവർക്കും അറിയാം, ഏത് കൊച്ചു പിള്ളേർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച് ഈ പുതിയ സംവിധാനങ്ങൾ സിഗ്നലും സംവിധാനവും നേരെയാക്കുക, ബ്രോഡ് ഗേജ് കാര്യങ്ങളിലേക്ക് പിന്നെ ഓടിക്കാവുന്ന സംവിധാനം വരുത്തിയാൽ ഇത് ഈസി ആയിട്ട് നമ്മുടെ എക്സിസ്റ്റിംഗ് റെയിൽവേ തന്നെ സ്ഥലം എടുക്കാതെ ചെയ്യാൻ പറ്റും. വന്ദേ ഭാരത് കൂടി ഓടിക്കാവുന്ന ബ്രോഡ് ഗേജ് പാത മതിയെന്ന കേന്ദ്രത്തിന്റെ നിർദ്ദേശം ഉൾക്കൊണ്ട് TPRൽ മാറ്റം വരുത്താൻ സംസ്ഥാനം തയ്യാറാകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. തുടർ ചർച്ചകളിൽ ഇതിൽ വ്യക്തത ലഭിക്കും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സിൽവർ ലൈൻ ട്രെയിനുകൾ മാത്രം ഓടുന്ന പാതയാണ് സംസ്ഥാന സർക്കാർ പദ്ധതിയിട്ടിരിക്കുന്നത്. നിലവിലുള്ള TPR അടിമുടി പൊളിക്കുമ്പോൾ സിൽവർ ലൈനിന്റെ ഉദ്ദേശ ലക്ഷ്യത്തിന് അത് ഘടകവിരുദ്ധമായി മാറുമെന്നാണ് കേരളത്തിന്റെ നിലപാട്. ന്യൂസ് 18 കൊച്ചി.